2022 CGL പ്രിലിംസിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് പറഞ്ഞേക്കുന്നത് വൺ മാൻ ഓർ ടു ഒരു മാൻ അല്ലെങ്കിൽ 2 വിമൻ അല്ലെങ്കിൽ 4 ബോയ്സ് ഓർ 5 ഗേൾസ് ഇവർക്കൊക്കെ 39 ദിവസത്തിൽ ഒരു വർക്ക് തീർക്കാൻ പറ്റും. അതായത് ഒരു മാനിന് 39 ദിവസത്തിൽ തീർക്കാം, 2 വിമൻ വർക്ക് ആണെങ്കിൽ 39 ദിവസം, 4 ബോയ്സ് വർക്ക് ആണെങ്കിൽ 39, 5 ഗേൾസ് വർക്ക് ചെയ്യണം 39 ദിവസത്തിലാണ് വർക്ക് തീരാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു മാൻ ഒരു വിമൻ ഒരു ബോയ് ഒരു മാൻ ഒരു വിമൻ ഒരു ബോയ് ഒരു ഗേളും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യണമെങ്കിൽ എത്ര ദിവസം എടുക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നുമില്ല, ഇവരുടെ എഫിഷ്യൻസി കാണുക, ടോട്ടൽ വർക്ക് എടുക്കുക, എന്നിട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. അപ്പൊ ആദ്യം നമ്മുടെ കയ്യിലുള്ളത് ഒരു മാൻ ചെയ്യുന്ന ഒരു മാൻ ആണെങ്കിലും 2 വിമൻ ആണെങ്കിലും 4 ബോയ്സ് ആണെങ്കിലും 5 ഗേൾസ് ആണെങ്കിലും 39 ദിവസത്തിൽ വർക്ക് തീർക്കും. അതിന്റെ മീനിങ് അവിടെ എഫിഷ്യൻസി വരുന്നത് ഒരു മാന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നതും 2 വിമന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നതും 4 ബോയ്സിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നതും 5 ഗേൾസിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇതൊക്കെ സെയിം ആണ്. അതാണ് അവിടുത്തെ മീനിങ് വന്നേക്കുന്നത്. അപ്പോ ഇത് സെയിം ആണെന്ന് കിട്ടിയിരിക്കുന്നത് നമ്മൾ ഇതിൽ നിന്ന് മെന്നിന്റെയും വിമന്റെയും ബോയിന്റെയും ഗേളിന്റെയും എഫിഷ്യൻസിയുടെ റേഷ്യോ കണ്ടുപിടിക്കാനാണ് ചെയ്യുന്നത്. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഇക്വേഷൻ വരികയാണെങ്കിൽ ഇതിന്റെ ഈ കോഎഫിഷ്യന്റ് 1, 2, 4, 5ന്റെ LCM എടുക്കുക. 20 ആണ്, ഈക്വൽ ടു 20 എന്ന് എടുത്തിട്ട് എമ്മിന്റെ വാല്യൂ 20 വരും, ഇവിടെ ഡബ്ല്യൂയുടെ വാല്യൂ വിമന്റെ വാല്യൂ 10 വരും, ബോയുടെ 5 വരും, ഇവിടെ 4 വരും. ഇതായിരിക്കും അവരുടെ എഫിഷ്യൻസി വരാവുന്ന 20:10:5:4 എന്നുള്ള റേഷ്യോയിൽ വരും. ഇനി ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കേസ് എടുക്കും. ഇപ്പൊ മെന്നിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു മാൻ 39 ദിവസം എടുക്കും. ഒരു മാന്റെ എഫിഷ്യൻസി 20 ആണ്, 20×39 ആയിരിക്കും ടോട്ടൽ വർക്ക് വരുന്നത്. 780 ആണ് ടോട്ടൽ വർക്ക്. ഇനി ഒരു മാൻ ഒരു വിമൻ ഒരു ബോയ് ഒരു ഗേൾ കൂടിയിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ അവരുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 4 സമ്മാണ്, 39 ആണ് അവരുടെ 4 സം വരുന്നത്. അപ്പോൾ അവിടെ അവരെടുക്കുന്ന ഡേയ്സ് 780/39 ഈക്വൽ ടു 20. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നമ്മൾ ചെയ്തേക്കുന്നത് ക്വസ്റ്റിൽ പറഞ്ഞേക്കുന്ന 1 മാൻ ഓർ 2 വിമൻ 4 ബോയ്സ് ഓർ 5 ഗേൾസ് 39 ദിവസത്തിൽ വർക്ക് ചെയ്യും. അതായത് ഇത്രയും ഇവരുടെയൊക്കെ എഫിഷ്യൻസി സെയിം ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഒരു മാന്റെയും അല്ലെങ്കിൽ 2 വിമന്റെയും 4 ബോയ്സിന്റെയും 5 ഗേൾസിന്റെ എഫിഷ്യൻസി സെയിം ആണ്. അതായത് നമുക്ക് വേണ്ടത് മെൻ വിമൻ ബോയ്സ് ഗേൾസിന്റെ എഫിഷ്യൻസിയുടെ റേഷ്യോ ആണ്. അപ്പൊ അതിന് ഇങ്ങനെ ഒരു കേസ് ഇങ്ങനെ ഇക്വേഷൻ വരികയാണെങ്കിൽ ഈക്വൽ ടു അതിന്റെ LCM എടുക്കുക. 1, 2, 4, 5 LCM ആയി 20 എടുക്കാം. ഇതിന് 1 മാൻ 1 M ഈക്വൽ ടു 20 ആണ്, എമ്മിന്റെ വാല്യൂ 20 വരും. 2 W ഈക്വൽ ടു 20 ആണ്, ഡബ്ല്യൂയുടെ വാല്യൂ 10 വരും. 4 B ഈക്വൽ ടു 20 ആണ്, ബിയുടെ വാല്യൂ 5 വരും. 5 G ഈക്വൽ ടു 20 ആണ്, ജിയുടെ വാല്യൂ 4 വരും. അങ്ങനെ ചെയ്താൽ മതി. അവിടെ നിന്ന് നമുക്ക് എഫിഷ്യൻസീസ് കിട്ടും. 10:10:5:4 എന്നുള്ള റേഷ്യോയിലാണ് കിട്ടി. ടോട്ടൽ വർക്കിന് വേണ്ടി ഏതെങ്കിലും ഒരു കേസ് എടുക്കാം. അപ്പൊ 1 മാനിന്റെ 39 ദിവസത്തെ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 20:39, അല്ലെങ്കിൽ 2 വിമന്റെ 39 ദിവസത്തെ വർക്ക് എടുക്കാം. അത് 2:10:39, അല്ലെങ്കിൽ 4 ബോയ്സിന്റെ 4:5:39. എന്ത് ചെയ്ത് കഴിഞ്ഞാലും സെയിം വാല്യൂ ആണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ മെന്നാണ് ഏറ്റവും സിമിലർ എടുക്കാൻ പറ്റുന്നത്. മെന്നെടുത്ത് ചെയ്യാം. മെന്നെ ചെയ്യുകയാണെങ്കിൽ ഒരു മെന്നിന്റെ 39 ദിവസം വർക്ക് 20 എഫിഷ്യൻസിയുടെ 39 20:39 ആണ് ടോട്ടൽ വർക്ക്. ഇപ്പൊ 20:39 750 ടോട്ടൽ വർക്ക്. അത് മൾട്ടിപ്ലൈ വെച്ചാലും മതി. ഇനി 750 ടോട്ടൽ വർക്കിൽ ഈ 4 പേരും കൂടി ഒരു മാനും ഒരു വിമനും ഒരു ബോയും ഒരു ഗേളും കൂടിയിട്ടാണെങ്കിൽ അവിടെ 20, 30, 35, 39 എഫിഷ്യൻസിയിലാണ് അവർ വർക്ക് ചെയ്യാൻ പോകുന്നത്. 750 39 20 ദിവസം എടുക്കും.